നമ്മളിപ്പോൾ ഈ വീഡിയോ സ്ക്രീൻ റെക്കോർഡ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇനിയിപ്പോൾ ഇത് സ്റ്റോപ്പ് ചെയ്യണമെങ്കിൽ ഇവിടെ ഇത് സ്റ്റാർട്ടിലാണ്, മനസ്സിലായോ? പോസ് ഉണ്ട്, റെക്കോർഡുണ്ട്. ഇപ്പോൾ സ്റ്റാർട്ടിൽ ഇങ്ങനെ നടക്കുകയാണ്. ഇനിയിപ്പോൾ ഇതിൽ ഈ കാണുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇതാണ് നമ്മുടെ ഡെസ്ക്ടോപ്പ് എന്ന് പറയുന്നത്. നമ്മൾ കമ്പ്യൂട്ടർ സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞാൽ ഒരല്പസമയത്തിന് ശേഷം വിൻഡോസ് ലോഡായിട്ട് കാണുന്ന ദൃശ്യമാണ് ഈ കാണുന്നത് ഡെസ്ക്ടോപ്പ് എന്ന് പറയുന്നത്. ഈ ദൃശ്യത്തിൽ നമുക്ക് കാണാൻ സാധിക്കുന്നത് നാം ഉപയോഗിക്കുന്ന പലതരത്തിലുള്ള പ്രോഗ്രാമുകൾ, ഈ കമ്പ്യൂട്ടറിലുള്ള പ്രോഗ്രാമുകളാണ് ഈ കാണുന്നത്. ഈ ഏറ്റവും ആദ്യം ഈ കാണുന്നത് മൈ ഡോക്യുമെൻറ്റ് എന്ന് പറയുന്ന ഫയൽ ഫോൾഡറാണ്. ഇതിൽ നാം സേവ് ചെയ്തു വെച്ചിട്ടുള്ള പല ഡോക്യുമെൻറ്റുകളും സ്റ്റോർ ചെയ്ത് വെച്ചിട്ടുള്ളതാണ് ഈ മൈ ഡോക്യുമെൻ്റ് എന്ന ഫോൾഡറിൽ. ഇത് ഡബിൾ ക്ലിക്ക് ചെയ്താൽ നമുക്ക് കാണാം ആ ഫയലിനുള്ളിൽ നാം ശേഖരിച്ചു വെച്ചിട്ടുള്ള നമ്മളുടെ പല ഫയലുകളും പ്രോഗ്രാമുകളും അങ്ങനെ എല്ലാ സംഗതികളും അതിലുണ്ടാകും. ഇങ്ങനെ ഇനി ഇത് ഓരോ ഫോൾഡറുകളും അല്ലെങ്കിൽ ഓരോ ഡബിൾ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഇതൊക്കെ കാണാൻ സാധിക്കും. ഇപ്പോൾ ഈ പിക്ചേഴ്സ് എന്നുള്ള ഫോൾഡർ, ഈ കാണുന്ന ഫോൾഡർ, ഇത് നമുക്ക് ഡബിൾ ക്ലിക്ക് ചെയ്താൽ ഇത് ഓപ്പൺ ആവും. ഇത് ഓപ്പൺ ആയി കഴിഞ്ഞാൽ അതിലെന്തൊക്കെയാണ്? കുറേ ഫോട്ടോ ഫോർമാറ്റിലുള്ള ചില ഫയലുകൾ, ചില സംഗതികളൊക്കെ ആണ്. ഇതെൻ്റെ ഫോട്ടോ ആണ്, ഇത് മകളുടെയൊക്കെ ഫോട്ടോയാണ്, ഇത് ചില പ്രോഗ്രാമുകൾ ചെയ്തതിൻ്റെ ചില റെസിപ്റ്റുകളൊക്കെയാണ്. ഇതൊക്കെ നമുക്ക് ഇതിൽ സ്റ്റോർ ചെയ്ത് വയ്ക്കാം. ഇനി നമുക്ക് ഇത് ബാക്കിലേക്ക് അടിച്ചു കഴിഞ്ഞാൽ നമ്മൾ പഴയ പൊസിഷനിലേക്ക് എത്തും. ഈ പഴയ പൊസിഷനിലെത്തി പല പ്രോഗ്രാമുകളും ഈ ഫോൾഡറിൽ ഉണ്ട്. ഈ മൈ ഡോക്യുമെൻ്റ് എന്ന ആ ഫോൾഡറാണ് ആദ്യം ഓപ്പൺ ചെയ്തത്. അതിൻ്റെ ഉള്ളിൽ പിന്നെ കുറേ ഫോൾഡറുകൾ. ഇത് ടെക്സ്റ്റ് ഫയൽസ്, ഇതൊന്ന് ക്ലിക്ക് ചെയ്ത് നോക്കൂ. ഇത് ഓപ്പണായി. ടെക്സ്റ്റ് ഫയൽസ് എന്ന ഫോൾഡർ ഓപ്പണായി. ഈ ഫോൾഡറിൽ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കുറേ അധികം ഫയലുകൾ സ്റ്റോക്ക് ചെയ്ത് വെച്ചിരിക്കുകയാണ്. ഇതിന് മുൻപ് രജിസ്റ്റർ ചെയ്തിട്ടുള്ള ഫയലുകൾ, ഓരോ പ്രോഗ്രാമുകളുടെ പല പ്രോഗ്രാമുകളുടെയും ഇതുണ്ട്. അതെല്ലാം രജിസ്റ്റർ ചെയ്ത് വെച്ചിട്ട് നമ്മൾ അതിൻ്റെ ആ രേഖകളാണ് ഇതൊക്കെ. ഉദാഹരണത്തിന് ഈ പ്രോഗ്രാമിൻ്റെ പേര് എന്താണ്? ഡെബ്യൂട്ട്. അത് ഇതിലൂടെ ഉണ്ടോ എന്ന് നോക്കാം. ഡെബ്യൂട്ട് ചിലപ്പോൾ വെച്ചിട്ടുണ്ടാവില്ല. ഡെബ്യൂട്ട് ABCD ഡാറ്റ. അത് ഞാനിതിൽ റെക്കോർഡ് ചെയ്ത് വെച്ചിട്ടില്ല. ഡെബ്യൂട്ട് എന്നുള്ളത് വേറൊരു ഒന്ന് ഡെബ്യൂട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. സ്ക്രീനോമാറ്റിക് എവിടെയാണ്? ഇത് സ്ക്രീൻ റൊട്ടേറ്റർ എന്നുള്ളൊരു ഫയലാണ്. അതിൽ വേറെ ഇതുപോലത്തെ ഇപ്പോൾ ഈ വീഡിയോ എടുക്കുന്ന അതേപോലെയുള്ള മറ്റൊരു ഫയലാണ്. അതിൽ ആ ഫയലിൻ്റെ ആ സൈറ്റിൻ്റെ പേര്, അതിൻ്റെ കാര്യങ്ങൾ ഒക്കെ അതിലുണ്ട്. ഇത് ക്ലോസ് ചെയ്ത് കഴിഞ്ഞാൽ അത് പോകും. അപ്പോൾ ഇതൊക്കെ എന്തിനാണ് പറയുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ ചെയ്തിട്ടുള്ള ഓരോ ഫയലുകൾ ഇവിടെ ഈ സൈഡിൽ ഇപ്പോൾ എന്താ വന്നത്? ഇത് ജിമെയിലൊരു ലെറ്റർ വന്നതിൻ്റെ അതിൻ്റെ ഒരു സിഗ്നലാണ്. eBay ഗ്ലോബൽ EC BYJOS എന്നൊക്കെ പറഞ്ഞിട്ടുള്ളത്. നമുക്കിത് ക്ലോസ് ചെയ്യാം, അത് വേണ്ട, ഇമെയിലാണത്. ഇങ്ങനെ ഇതിൽ ഒരുപാട് ഫയലുകൾ സ്റ്റോർ ചെയ്ത് വെച്ചിട്ടുള്ളതാണ് ഞാൻ മൈ ഡോക്യുമെൻ്റ് എന്ന ഈ ഫയൽ. ഇത് നമുക്കിനി ക്ലോസ് ചെയ്യുമ്പോൾ പഴയ സ്ഥലത്തേക്ക് എത്തും. പഴയ നമ്മുടെ ഡെസ്ക്ടോപ്പിലെത്തി. അതിൻ്റെ തൊട്ടടുത്ത് ഈ കാണുന്നത് മോസില്ല ഫയർഫോക്സ് എന്ന് പറയുന്ന ഒരു ബ്രൗസറാണ്. ഈ മോസില്ല ഫയർഫോക്സിൽ എന്താണ് സംഗതി എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇത് ഓപ്പൺ ചെയ്ത് നമുക്ക് നോക്കാം. ഇത് ഓപ്പൺ ചെയ്ത് നമുക്ക് നോക്കുമ്പോൾ ഡബിൾ ക്ലിക്ക് ചെയ്തു. ഇപ്പോൾ ഓപ്പൺ ആകും മോസില്ല ഫയർഫോക്സ് എന്ന ബ്രൗസറാണ്. അത് ഇൻ്റർനെറ്റ് ബ്രൗസറാണ്. ഇൻ്റർനെറ്റ് ബ്രൗസറുകൾ വേറെ ഉള്ളത് ഇൻ്റർനെറ്റ് എക്സ്പ്ലോററാണ്. പിന്നെ ഇത് ഗൂഗിൾ ക്രോമാണ്. ഇതിൽ ഏത് വേണമെങ്കിലും, ഞാൻ സാധാരണയായിട്ട് ഉപയോഗിക്കുന്നത് മോസില്ല ഫയർഫോക്സ് ആണ്. കുറേ കൂടി സ്പീഡും ഒക്കെ ഉണ്ട് എന്നാണ് പറയപ്പെടുന്നത്. ഇറ്റ്സ് ഓക്കെ. അത് തുറന്നില്ല, ഒന്നും കൂടി ഒന്ന് റിഫ്രഷ് ചെയ്യുകയാണത്. ഇപ്പോൾ തുറന്നു. ആ ഫയൽ തുറന്നു വരികയാണ്. ഇൻ്റർനെറ്റിൻ്റെ സ്പീഡ് കുറവായതുകൊണ്ടാണെന്ന് തോന്നുന്നു സമയം എടുക്കുന്നത്. അതല്ലെങ്കിൽ ഒറ്റ ക്ലിക്കിന് അത് വരേണ്ടതാണ്. ഇപ്പോൾ അതൊക്കെ ഓപ്പൺ ചെയ്ത് വരുന്നുണ്ട്. ഇതാണ്
എൻ്റെ സ്റ്റാർട്ട് പേജ് മോസില്ല ഫയർഫോക്സ് നമ്മൾ സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞാൽ എവിടെയാണ് എന്നുള്ളത്. മോസില്ല ഫയർഫോക്സിലെ ഏറ്റവും അഡ്വാൻസ്ഡ് ഏറ്റവും പുതിയ വെർഷനാണ് മോസില്ല ഫയർഫോക്സ് 4 ആണിത്. ഇതുവരെയും 3.5, 6 അങ്ങനെയുള്ള വെർഷനുകളായിരുന്നു. ഇതിൽ ഒരു പ്രധാനമായിട്ടുള്ളതെന്ന് വെച്ചാൽ റെസ്റ്റോർ പ്രീവിയസ് സെഷൻ. നമ്മൾ ഈ കമ്പ്യൂട്ടർ അടയ്ക്കുന്നതിന് മുമ്പ് ഏതൊരു സൈറ്റിലായിരുന്നോ അത് നമുക്ക് വേണമെങ്കിൽ കാണാൻ സാധിക്കും. അത് ഇവിടെ ക്ലിക്ക് ചെയ്താൽ മതി. നമുക്ക് നോക്കാം ഏത് സൈറ്റിലായിരുന്നു ഞാൻ നേരത്തെ വർക്ക് ചെയ്തിരുന്നത് എന്ന് നോക്കാം. റാസ്റ്റാബക്സ് എന്ന് പറയുന്ന ഒരു സൈറ്റിലാണ് ഞാൻ നേരത്തെ വർക്ക് ചെയ്തിരുന്നത്. ഓക്കെ, ലെറ്റ് ഇറ്റ് ബി ദർ. അത് അങ്ങനെ ഇരിക്കട്ടെ. ഇവിടെ ഈ മുകളിൽ ഇത് എൻ്റെ ക്ലിക്ക് സെൻസ് എന്ന് പറയുന്ന ഒരു പ്രോഗ്രാം ഞാൻ ചെയ്യുന്നുണ്ട്. അതിൻ്റെ ടൂൾ ബാറാണ് ഇത് ഈ നീളത്തിൽ ഇങ്ങനെ കിടക്കുന്നത്. അതിലിപ്പോൾ എനിക്കൊരു ക്ലിക്ക് ചെയ്യാനായിട്ട് ഒരു പരസ്യം ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഒരു സെൻറ്റോ അല്ലെങ്കിൽ ഒരു ചെറിയ ഇത് കിട്ടും. അത് ഞാനത് ക്ലിക്ക് ചെയ്യാൻ പോവാണ്. അപ്പോൾ എന്തുണ്ടാവണമെന്ന് നോക്കാം. ക്ലിക്ക് ചെയ്തപ്പോൾ അതിൻ്റെ സൈറ്റ് ഓപ്പണായി. അതിലെനിക്ക് ഈ പരസ്യം ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ 0.001 സെൻറ്റ് കിട്ടും. എന്ന് വെച്ചാൽ 1 സെൻറ്റിൻ്റെ 10 ആണ് കിട്ടുക. പക്ഷേ അത് ക്ലിക്ക് ചെയ്ത് അങ്ങനെ ഇരിക്കുക. അത് എൻ്റെ ഒരു പ്രോഗ്രാമാണ്. ചിലപ്പോൾ അതിൽ കൂടുതൽ 1 സെൻറ്റ് കിട്ടും, ചിലപ്പോൾ 2 സെൻറ്റ് കിട്ടും, ചിലപ്പോൾ ½ സെൻറ്റ് കിട്ടും. അങ്ങനെ അതൊക്കെ കൂടുമ്പോൾ എനിക്ക് ഇതുവരെയായിട്ട് 8.88 സെൻറ്റ് കിട്ടിയിട്ടുണ്ട്. 10 ആവുമ്പോൾ എനിക്ക് അതിൻ്റെ ക്യാഷ് കിട്ടും. ഇപ്പോൾ ഇത് ടിക്ക് കണ്ടില്ലേ, ഇതിപ്പോൾ അവർ അഗ്രി ചെയ്തു. അത് ഞാൻ ക്ലിക്ക് ചെയ്ത് ശരിയായി, അത് അവസാനിച്ചു. ഇനി അതിന് ക്ലോസ് ചെയ്യാം. അത് ക്ലോസ് ചെയ്ത് ഈ പ്രോഗ്രാം ക്ലിക്ക് സെൻസ് എന്നുള്ള ഈ പ്രോഗ്രാമും ക്ലോസ് ചെയ്യണം ഇവിടെ. അത് ഇനി ഇവിടെ വരുമ്പോൾ ഇവിടെ 0 ഇപ്പോൾ കിടക്കണേ. ആ പരസ്യം ഞാൻ ചെയ്ത് കഴിഞ്ഞു. ഇനി പരസ്യങ്ങൾ വരുമ്പോൾ അവിടെ നമ്പർ കാണും, 1, 2, 3, 4 അങ്ങനെയുള്ള നമ്പർ കാണുമ്പോൾ അത് ക്ലിക്ക് ചെയ്ത് എനിക്ക് ഇഷ്ടം പോലെ ചെയ്യാം. ഇതിപ്പോൾ ഈ റെസ്റ്റാബക്സ് എന്ന് പറയുന്നത് എന്താണെന്ന് വെച്ചാൽ ഒരു സൈറ്റാണ്. ആ സൈറ്റിൽ നമ്മൾ പരസ്യങ്ങൾ വരും. അത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇതുപോലെ 1 സെൻറ്റ്, ½ സെൻറ്റ് ഒക്കെ വെച്ച് നമുക്ക് കിട്ടും. അതൊക്കെ ഒന്നിച്ചുകൂടി കുറേ നാൾ കഴിയുമ്പോൾ നമ്മളുടെ അക്കൗണ്ടിലേക്ക് ലഭിക്കുകയും ചെയ്യും. ഇനിയിപ്പോൾ ഇത് കമ്പ്യൂട്ടറിൻ്റെ നാവിഗേഷൻ ബാറാണ്. ഇതിൽ ബുക്ക് മാർക്കിൽ ക്ലിക്ക് ചെയ്തു. അപ്പോൾ ഒരു താൽക്കാലിക വിൻഡോ ഇതിൽ വന്നു. ഈ വിൻഡോയിൽ കുറേ സൈറ്റുകൾ ചെയ്തിട്ടുള്ളത് മാർക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട്. പിന്നീടുള്ള ആവശ്യത്തിന് വേണ്ടിയിട്ട് പിന്നീട് അത് ക്ലിക്ക് ചെയ്യാനും വീണ്ടും പെട്ടെന്ന് ബുദ്ധിമുട്ടില്ലാതെ കൊണ്ട് ഓരോ സൈറ്റുകളിലേക്ക്. ഞാൻ ഈ റെസ്റ്റാബക്സ് എന്ന ഒരു സൈറ്റാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതിനടുത്ത് ഇൻഫിനിറ്റി ബക്സ് അത് ഞാൻ ചെയ്തതാണ്. ഇനി AE ബക്സ് എന്ന് പറഞ്ഞിട്ടാണ് എനിക്ക് ചെയ്യാനുള്ളത്. ഞാൻ അതിൽ ക്ലിക്ക് ചെയ്യുകയാണ്. ഞാനപ്പോൾ അതിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ ഇപ്പോൾ അതിൻ്റെ ഈ വിൻഡോ ഇപ്പോൾ ഉള്ള റെസ്റ്റാബക്സ് എന്നുള്ളതിൻ്റെ വിൻഡോ മാറി ഈ AE ബക്സിൻ്റെ വിൻഡോ വന്നു. ഇവിടെ ഇനി ഞാൻ എന്താ ചെയ്യാനുള്ളത്? ഇവിടെ എനിക്ക് രജിസ്റ്റർ ചെയ്യണം. ഇവിടെ ഞാൻ രജിസ്റ്റർ ചെയ്തിട്ട് വീണ്ടും ലോഗിൻ ചെയ്യണം. എനിക്ക് കിടക്കുന്നതിന് മുമ്പ് ലോഗിൻ ചെയ്യുക എന്നൊരു പ്രശ്നമുണ്ട്. അപ്പോൾ ഞാൻ ലോഗിൻ ചെയ്യാൻ പോവുകയാണ്. എൻ്റെ പേരും പാസ്വേഡും കൂടെ അടിക്കണം. ജോസ് CHUKKIERI അതാണ് എൻ്റെ യൂസർ നെയിമാണിത്. ഇനി ഇതിൻ്റെ പാസ്വേഡ് ഞാൻ അടിക്കണം. പാസ്വേഡ് എന്ന് പറയുന്നത് വളരെ രഹസ്യമായിട്ടൊരു സംഗതിയാണ്. ഒരാളുടെ പാസ്വേഡ് മറ്റുള്ളവർ അറിയാൻ പാടില്ല. അതുകൊണ്ട് ഇങ്ങനെ കുത്തായിട്ടാണ് അത് കാണുന്നത് അടിക്കുമ്പോൾ. ഇനി ഇതിൻ്റെ വെരിഫിക്കേഷൻ കോഡ്. ഇതിൻ്റെ വെരിഫിക്കേഷൻ കോഡ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് വർക്ക് ചെയ്യുന്ന ഞാനൊരു മനുഷ്യൻ തന്നെയാണോ അതോ വല്ല റോബോട്ട്സ് ആണോ എന്ന് ഈ കമ്പനിക്ക് അറിയാൻ വേണ്ടിയിട്ടാണ്. റോബോട്ട്സ് ആണെങ്കിൽ അവർ സമ്മതിക്കില്ല. അവർക്ക് ആൾക്കാരുടെ മനുഷ്യരുടെ തന്നെ ക്ലിക്സ് അവർ മനുഷ്യർ വർക്ക് ചെയ്യണം എന്നാണ് അവർ ഉദ്ദേശിക്കുന്നത്. എങ്കിലും അവർക്ക് പ്രയോജനമുള്ളൂ. അവരുടെ സൈറ്റിൽ ഒരാൾ വന്ന് അവരുടെ പരസ്യങ്ങളൊക്കെ ക്ലിക്ക് ചെയ്തു കണ്ടു എന്നുള്ളതിനുള്ള ഒരു തെളിവ് അവർക്ക് കിട്ടാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ഈ SCQWS എന്നുള്ള അക്ഷരങ്ങൾ SCQWS എന്നുള്ളത് ഞാനിവിടെ ടൈപ്പ് ചെയ്തു. ഇനി ഇവിടെ ലോഗിൻ എന്നതിൽ ക്ലിക്ക് ചെയ്താൽ ആ സൈറ്റിൽ ലോഗിൻ ആകുകയും അത് ഓപ്പൺ ആവുകയും ചെയ്തു. അപ്പോൾ ഇങ്ങനെ ലോഗിൻ ചെയ്താൽ മാത്രമേ നമ്മൾ വർക്ക് ചെയ്യുന്ന രജിസ്റ്റർ ചെയ്ത് വർക്ക് ചെയ്യുന്ന സൈറ്റുകൾ ഓപ്പൺ ആവുകയുള്ളൂ. അല്ലെങ്കിൽ അതിൻ്റെ പുറം മൂടി അതിൻ്റെ ആദ്യത്തെ ഫ്രണ്ട് ഹോം പേജ് മാത്രമേ നമുക്ക് കാണാൻ സാധിക്കുള്ളൂ. അപ്പോൾ അതിൻ്റെ ഇൻസൈഡ് പേജുകളിലേക്ക് വന്നു. എൻ്റെ അക്കൗണ്ടിലുള്ള പേജാണിത്. ഇതിൽ ഞാൻ പരസ്യങ്ങൾ ക്ലിക്ക് ചെയ്താൽ അതിൻ്റെ പൈസ എനിക്ക് ലഭിക്കും. അതിൻ്റെ ഫസ്റ്റ് പേജ് വന്നു കഴിഞ്ഞു. അക്കൗണ്ട് പേജാണിത്. അക്കൗണ്ട് സമ്മറി എന്നുള്ള ആ പേജാണ് ഇപ്പോൾ ഈ കാണുന്നത്. ഇത് നോക്കൂ. ഇതിൽ എൻ്റെ ഡീറ്റെയിൽസ് ഞാൻ എന്നാണ് ചേർന്നത് ഈ സൈറ്റിൽ 10/3/2011 ആണ് ഞാൻ ചേർന്നിട്ടുള്ളത്. അതായത് മാർച്ച് 10-ാം തീയതിയാണ് ഈ സൈറ്റിൽ ഞാൻ ചേർന്നിട്ടുള്ളൂ. ഒരു സ്റ്റാൻഡേർഡ് മെമ്പറായിട്ട്. സ്പെഷ്യൽ മെമ്പറൊന്നുമല്ല, പെയ്ഡ് മെമ്പറല്ല, വലിയ മെമ്പർഷിപ്പ് കാശ് കൊടുത്ത് ചേർന്നിട്ടില്ല, ഫ്രീ മെമ്പർഷിപ്പാണത്. അങ്ങനെ അതിൻ്റെ എനിക്ക് റെഫറൽസ്, ഡയറക്റ്റ് റെഫറൽസ്, റെൻറ്റഡ് റെഫറൻസ് അങ്ങനെയുള്ള എല്ലാ ഡീറ്റെയിൽസുമാണ് ഈ അക്കൗണ്ടിൻ്റെ അതിൽ. എനിക്കിതുവരെയായിട്ട് ഇതിൽ $1 5 സെൻറ്റും
ഇതുവരെ ഞാൻ ഇത്രയും ദിവസം വർക്ക് ചെയ്തിട്ട് അതിൽ അടിഞ്ഞു കൂടി കിട്ടിയിട്ട് അത് ഓരോ സൈറ്റിനും ഇത്ര 2 സെൻറ്റ് 1 സെൻറ്റ് 2 സെൻറ്റ് അല്ല $1 $2 അല്ലെങ്കിൽ $4 അങ്ങനെ അതിൻ്റെ കണക്ക് പ്രകാരം അതിൻ്റെ നിയമാവലിയിലുണ്ടാവും. അങ്ങനെയാകുമ്പോൾ നമ്മുടെ ബാങ്ക് അക്കൗണ്ടിലേക്ക് ലഭിക്കുകയാണ് ചെയ്യുന്നത്. ഇനിയിപ്പോൾ എന്താ വേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ ചെയ്യാൻ പോകുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ പരസ്യങ്ങൾ ഇതാണ് വ്യൂ അഡ്വർടൈസ്മെൻറ്റ്. ഇതാണ് ഞാൻ ചെയ്യുന്ന വർക്ക് ജോലി. ശരിക്കും ആക്ച്വലി ഈ വർക്ക് ഞാൻ ഇതിൽ ഡബിൾ ക്ലിക്ക് ചെയ്താൽ ഇതിൻ്റെ ആ പേജ് ഓപ്പൺ ആകും. ആ പേജ് ഓപ്പൺ ആകുമ്പോൾ എനിക്ക് ക്ലിക്ക് ചെയ്യാനുള്ള പരസ്യങ്ങൾ അതിലുണ്ടാവും. ഇതാ ഇവിടെ താഴേക്ക് നോക്കൂ, താഴേക്ക് നോക്കി ഇത്രയും പരസ്യങ്ങൾ എനിക്കുണ്ട്. ഈ പരസ്യങ്ങൾക്ക് ഇതാ ഈ മുകളിൽ കിടക്കുന്ന പരസ്യം നോട്ട് 1 സെൻറ്റേ കിട്ടുള്ളൂ. 1 സെൻറ്റിൻ്റെ 10 എനിക്ക് കിട്ടുള്ളൂ. എന്നാലും അത് ചെയ്യണം, കാരണം ഒരു പാക്കേജാണത്. അത് മുഴുവൻ ചെയ്തില്ലെങ്കിൽ കമ്പനി കുഴപ്പമൊന്നുമില്ല, എന്നാലും അത് ചെയ്യുന്നതാണ് അതിൻ്റെ ഒരു ഭംഗി. ഇതാ അതിൽ ക്ലിക്ക് ചെയ്തു. അതിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ ആ വെബ്സൈറ്റ് ഓപ്പൺ ആകാൻ പോവുകയാണ്. ആ വെബ്സൈറ്റ് ഓപ്പണായിട്ട് എന്താ ഉണ്ടാവുകയെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് ഓപ്പണായിട്ട് നമ്മൾ ആ പരസ്യം ക്ലിക്കാവും. ഈ ഇതിലും കൂടി ക്ലിക്ക് ചെയ്യണം. അത് ഫസ്റ്റ് ക്ലിക്ക് ചെയ്തപ്പോൾ ഇങ്ങനൊരു ഇത് വന്നു, ഇതിലും കൂടി ക്ലിക്ക് ചെയ്യണം. അപ്പോഴാണ് ആ പേജ് ഓപ്പൺ ആകുക. അത് ക്ലിക്ക് ചെയ്യാതെ കാരണമാണ് ഇത്രയും സമയം വെയിറ്റ് ചെയ്തത്. ഇപ്പോൾ ആ പരസ്യത്തിൻ്റെ ലെവലുകൾ കാര്യങ്ങളൊക്കെ വന്നു. വെയിറ്റിംഗ് ഫോർ ദി അഡ്വർടൈസ്മെൻറ്റ് ടു ലോഡ് എന്നാണ് എഴുതി കഴിഞ്ഞാൽ ഇതാ അത് ലോഡായി ഒരു OE ബക്സ് എന്നുള്ളൊരു പരസ്യമാണ് നമ്മളിപ്പോൾ കാണുന്നത്. അതിൽ ആ പരസ്യമൊക്കെ വായിച്ച് നമുക്ക് വേണമെങ്കിൽ അതിൽ ജോയിൻ ചെയ്യാം. ലേൺ മോർ, രജിസ്റ്റർ നൗ തുടങ്ങിയ ഇതുകളൊക്കെ കാണാം. അപ്പോൾ ആ പരസ്യം 10 സെക്കൻഡ് നേരെ ഉള്ളൂ, അത് കഴിഞ്ഞു. അപ്പോൾ ഇവിടെ ക്ലിക്ക് ഹിയർ ടു ക്രെഡിറ്റ്. നമ്മളിപ്പോൾ ഇത് ക്ലിക്ക് ചെയ്തതിനുള്ള പൈസ നോട്ട് 1 സെൻറ്റ് നമുക്ക് കിട്ടണം. അത് കിട്ടി, അത് ക്രെഡിറ്റ് ചെയ്തു നമ്മുടെ അക്കൗണ്ടിലേക്ക് എന്നാണ് ഇവിടെ കാണിക്കുന്നത്. ഓക്കെ, ഇനി നമുക്ക് ഇത് ക്ലോസ് ചെയ്യാം. നമുക്ക് ഈ പരസ്യം നമ്മൾ ഇന്നത്തെ ചെയ്ത് കഴിഞ്ഞു. ഇനി ഇതാ രണ്ടാമത്തെ ഈ പരസ്യത്തിന് ഓരോ സെൻറ്റ് വെച്ച് കിട്ടും. 4 പരസ്യമുണ്ട്, 4 സെൻറ്റ് കിട്ടും. ഇത് ക്ലിക്ക് ചെയ്താൽ ഇതാണ് ഇതിലത്തെ പ്രധാന മെയിൻ പരസ്യങ്ങളാണിത്. ഇതാ ക്ലിക്ക് ചെയ്തു, അങ്ങനെ ആ പരസ്യം ഓടുകയാണ്. ഇനി ആ പരസ്യം നമ്മൾ അതിൻ്റെ സമയം ഇത് 30 സെക്കൻഡ് എടുക്കും. ഈ ഇങ്ങനെയുള്ള 1 സെൻറ്റിൻ്റെ പരസ്യത്തിന് ആ 30 സെക്കൻഡ് ഓടിക്കഴിഞ്ഞാൽ അതിനോടൊപ്പം എന്താ മെച്ചെന്ന് വെച്ചാൽ ഇങ്ങനെ പുതിയ ആൾക്കാർ ഓരോ ഈ പരസ്യങ്ങൾ കാണുമ്പോൾ ആ പരസ്യങ്ങളിലൊന്ന് ക്ലിക്ക് ചെയ്യാനും അതിലൊന്ന് ചേരാനും അല്ലെങ്കിൽ അതിന് എന്തെങ്കിലും വാങ്ങിക്കുകയാണെങ്കിൽ വാങ്ങിക്കാനും. ഇത് വീഡിയോ ആണ്, അവരുടെ ആ സൈറ്റിൻ്റെ ഒരു ഇൻ്റർനെറ്റ് മാർക്കറ്റിംഗ് ആണ് ഇതൊക്കെ. ഇതിൽ കണ്ടിട്ട് ആരെങ്കിലും എന്തെങ്കിലുമൊക്കെ വാങ്ങിച്ചാൽ അവർക്ക് അതിൻ്റെ ബെനിഫിറ്റ് കിട്ടും, അവർക്കെല്ലാം നമുക്കും കിട്ടും. നമുക്കും അങ്ങനെയുള്ള കാര്യങ്ങൾ ഇൻ്റർനെറ്റ് മാർക്കറ്റിംഗ് ചെയ്യാം. അപ്പോൾ അതൊക്കെയാണ് ഇതിൻ്റെ ഉദ്ദേശം. ഇൻ്റർനെറ്റിൽ പണം സമ്പാദിക്കുക എന്നുള്ളത് പറയുന്നത് ഇങ്ങനെയുള്ള പ്രോഗ്രാമുകളൊക്കെ ചെയ്യുക, അതിൻ്റേതായിട്ടുള്ള ഒരു എക്സ്പെർട്ടൈസ്, ഒരു പ്രാഗൽഭ്യം നേടുക, അങ്ങനെയൊക്കെയാണ്. ധാരാളം ആൾക്കാരങ്ങനെ സമ്പാദിക്കുന്നുണ്ട്. പെട്ടെന്ന് ഒന്നും അങ്ങനെ സമ്പാദിക്കാൻ പറ്റില്ല, കുറച്ച് സമയമൊക്കെ എടുക്കും, കുറേ ക്ഷമയും നഷ്ടം ഒക്കെ ഉണ്ടാവും അതിൽ. എന്നിരുന്നാലും ധാരാളം പേര് അങ്ങനെ സമ്പാദിക്കുന്നുണ്ട്. അത് നിങ്ങൾക്ക് മനസ്സിലാകാൻ വേണ്ടിയിട്ടാണ് ഞാൻ പറയുന്നത്. ഇനി ഇതിപ്പോൾ കഴിയാറായി. ഒരു 15-14 സെക്കൻഡ് ഡൗൺ ആയിട്ട് വരികയാണ്. അത് 0 ആകുമ്പോൾ അതിനിടയ്ക്ക് ഇവിടെ എൻ്റെ ഈ കമ്പ്യൂട്ടറിൽ ഞാൻ എൻ്റെ സെറ്റിംഗ് പ്രകാരം ജിമെയിലിൻ്റെ ഓരോ ജിമെയിൽ വരുമ്പോൾ അതിൻ്റെ ഇൻഡിക്കേഷൻ എനിക്ക് കിട്ടുന്നുണ്ട്. അപ്പോൾ ഞാനത് എനിക്കൊരു ഒറ്റ നോട്ടത്തിന് കാണാം എന്താണ് ഏതാണെന്നൊക്കെ. അത് ഞാൻ കട്ട് ചെയ്ത് കളഞ്ഞു, പിന്നീട് നോക്കാം. ഇവിടെ ക്ലിക്ക് ഹിയർ ടു ക്രെഡിറ്റ്, ഇത് ക്ലിക്ക് ചെയ്താൽ എനിക്ക് അതിൻ്റെ പൈസ അനുവദിച്ചു വരും. പൈസ അനുവദിച്ചു വന്നു, ശരിയായി എന്നാണ് റൈറ്റ് മാർക്ക് കാണിക്കുന്നത്. ഇനി ഇത് ഞാൻ ക്ലോസ് ചെയ്തു. അടുത്ത പരസ്യത്തിലേക്ക് അടുത്ത പരസ്യം ക്ലിക്ക് ചെയ്തു. അടുത്ത പരസ്യം ഇങ്ങനെ ക്ലിക്ക് ചെയ്തു. ഇനി അത് ഓടട്ടെ, കുറച്ച് സമയം അത് ഓടട്ടെ. ഒരു സമയം നിങ്ങൾ ശ്രദ്ധിച്ച് അത് നോക്കിയിരിക്കുക എന്താണ് സംഭവിക്കുന്നത് അവിടെ എന്നുള്ളത് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ സാധിക്കും. 60 സെക്കൻഡുള്ള പരസ്യങ്ങളാണ് ഇതിൻ്റെ. ഈ സോഫ്റ്റ്വെയറിൽ 60 സെക്കൻഡാണ് ഒരു സെൻറ്റ് നമുക്ക് കിട്ടാൻ വേണ്ടിയിട്ട് നമ്മൾ 60 സെക്കൻഡാണ് ചിലവഴിക്കേണ്ടത് ആ പരസ്യങ്ങൾ ഒക്കെ കാണാനായിട്ട്. ഇത് വാച്ച് ഓവർ മൈ ഷോൾഡർ എന്ന് പറഞ്ഞാൽ ഓരോരുത്തരുടെ പ്രോഗ്രാമുകളാണിത്. അവരത് സെയിൽസ് നടത്തുകയാണ് ഇതിൻ്റെ ഇതിങ്ങനെ കാണിച്ചിട്ട്. അപ്പോൾ ചില ആൾക്കാർക്ക്, താല്പര്യമുള്ള ആൾക്കാർക്ക് അതൊന്ന് വാങ്ങിക്കാനോ, കാശുള്ളവർക്ക് കയ്യിൽ ഡോളർ കാര്യങ്ങളൊക്കെ ഇഷ്ടം പോലെ ഉണ്ടെങ്കിൽ അവർക്ക് ഇതൊക്കെ ഒന്ന് വാങ്ങിക്കാനും പരീക്ഷിക്കാനും ഒക്കെ ഇത് കിട്ടും. ഇപ്പം ഞാൻ തന്നെ എൻ്റെ ഒരു വെബ്സൈറ്റ് ഉണ്ട്. ആ വെബ്സൈറ്റിൽ കമ്പ്യൂട്ടറിൽ ഇൻസ്റ്റാൾ ചെയ്യാനുള്ളൊരു സോഫ്റ്റ്വെയർ വിൽക്കുന്നുണ്ട്. അത് വിറ്റ് കഴിഞ്ഞാൽ എനിക്ക് കമ്മീഷൻ കിട്ടും. ലോകത്തിൽ ആരെങ്കിലും അത് വാങ്ങിക്കുകയാണെങ്കിൽ എൻ്റെ ആ ലിങ്കിൽ കൂടെയാണ് അവർ വാങ്ങിക്കുന്നതെങ്കിൽ എനിക്കതിൻ്റെ കമ്മീഷൻ കിട്ടും. അതെന്തിനാണ് ആ സോഫ്റ്റ്വെയർ എങ്കിൽ നമുക്ക് ലോകത്തിലെ 4500ഓളം ടെലിവിഷൻ ചാനലുകൾ നമ്മുടെ കമ്പ്യൂട്ടറിൽ കാണാം സ്ട്രീം ചെയ്ത്, അതിനുള്ളതാണ്. അങ്ങനെ ഓരോരുത്തരും അങ്ങനെ ഉള്ള ഓരോ സോഫ്റ്റ്വെയറുകൾ അല്ലെങ്കിൽ ഓരോ ഐറ്റംസൊക്കെയാണ് ഇതിൽ വിൽക്കുന്നത്. ഇൻ്റർനെറ്റ് മാർക്കറ്റിങ്ങിൻ്റെ ഒരു വിശാലമായിട്ടുള്ള സ്രോതസ്സാണ് ഞാനിപ്പോൾ ഈ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്, നിങ്ങളെ കാണിച്ചുകൊണ്ടിരിക്കുന്നത്. ഇവിടെ ക്ലിക്ക് ചെയ്താൽ ഈ പരസ്യത്തിൻ്റെ ഇത് കഴിഞ്ഞു. ഈ പരസ്യത്തിനുള്ള പൈസ 1 സെൻറ്റ് ക്രെഡിറ്റ് ചെയ്തെൻ്റെ അക്കൗണ്ടിലേക്ക്. അപ്പോൾ ഇത് ക്ലോസ് ചെയ്യാം, അടുത്ത പരസ്യം നോക്കാം. ഈ അധ്യായം ഇവിടെ അവസാനിക്കുകയാണ്.